അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ PCODക്കും പീരിയഡ്സ് കറക്റ്റാണെന്നുള്ള ഒരു ചെറിയ വീഡിയോസ് ആണ്. ഇതിൽ ഇരുന്നിട്ടൊക്കെ കുറേ സെക്ഷൻ ഉണ്ട്. നിങ്ങൾ പറ്റുന്ന രീതിയിൽ പഠിച്ച് ചെയ്ത് നോക്കുക. വളരെ എഫക്റ്റീവാണ്. പക്ഷെ നിങ്ങളുടെ ഫുഡിലൊരു വ്യത്യാസം വരുത്തണം. ആദ്യം ഞാൻ ലാസ്റ്റ് പറയുന്നതാണ്. ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇത്ര കാര്യം പോകുമ്പോഴേക്കും അത് മതി. ശ്രദ്ധിച്ച് പഠിച്ചതിന് ശേഷം മനസ്സിനൊരു കോൺസെൻട്രേഷൻ കിട്ടിയതിന് ശേഷം മതി. അത് നമ്മൾ നേരെ ഇങ്ങനെ പതുക്കെ കാര്യം നോക്കി പഠിക്കണം. അത് പഠിച്ചിട്ട് ക്രോസ് ചെയ്യാൻ കൂടെ പഠിക്കുക. 1 2 3 അത് കഴിഞ്ഞിട്ട് നേരെ ഇങ്ങനെ ചാടണം. പിന്നെ ക്രോസ് ചെയ്ത് ചാടണം. ഇത്രേ ഉള്ളൂ. അത് ആ സെക്ഷൻ ഒന്ന് വാമ്പ് ചെയ്യാം. വാമ്പ് ചെയ്യുന്ന നിങ്ങൾക്ക് അറിയാൻ പറ്റും. അതിൻ്റെ ഒരു ലിങ്ക് ഞാൻ വീഡിയോയുടെ താഴെ ഇട്ടേക്കാം. വാമ്പിൻ്റെ എല്ലാം കൂടെ ഒന്ന് വീഡിയോ വലുതായി പോകും, കണ്ടവർ മടുത്തു പോകും. അതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് അതങ്ങനെ ചെയ്യാം. അത് കഴിഞ്ഞ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ട വാമ്പ് കഴിഞ്ഞു. പിന്നെ നമുക്ക് ചെയ്യേണ്ടത് കാലിങ്ങനെ പതുക്കെ പൊക്കാൻ ശീലിക്കുക. 1 2 3 4 5 6 7 ഇത് ചെയ്തു. ഇനി നിങ്ങളത് പഠിച്ചിട്ട് ചാടി ചെയ്യണം. 1 2 3 4 5 6 7 8 9 10 11 12 അങ്ങനെ ചെയ്യാൻ പഠിക്കുക. ആദ്യം ഒരു 5-6 പ്രാവശ്യം ചെയ്താൽ മതി. നമ്മുടെ മസിൽ നന്നായിട്ട് പിടിക്കും. അപ്പം വിഷമമുള്ളവർ അധികം ചെയ്യാതെ ഒരു ദിവസം ശ്രദ്ധിച്ചതിന് ശേഷം കൗണ്ട് കൂട്ടി കൊടുക്കുക. പിന്നെ ക്രോസ് ചെയ്യുക. 1 2 3 4 5 6 7 8 9 10 11 12 കൈ മേളിലോട്ട് പിടിക്കുക. കാല് പറ്റുന്നത്ര പൊക്കുക. 1 2 3 4 5 6 7 8 9 10 അപ്പോൾ അത് കഴിയുന്നത്ര കാല് പൊക്കി നിങ്ങൾ ശീലിച്ചതിന് ശേഷം പിന്നീട് നമുക്കിങ്ങനെ കൈ മേളിൽ കൊടുക്കാം. 1 താഴെ കൊടുക്കുക. 2 3 4 5 6 7 8 9 10 ഇത് പഠിക്കുക. ഇത് ഓരോ സെക്ഷനും പഠിച്ചതിന് ശേഷം മാത്രം പഠിച്ചാൽ മതി. അടുത്തെന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ കൈ നേരെ ഇവിടെ തൊടാൻ നോക്കാം. 1 2 3 4 5 6 ഇതെന്ന് പറയുമ്പോൾ നമ്മുടെ കാലിന് കൂടുതൽ വണ്ണമുള്ളതൊക്കെ ചെയ്യാൻ പറ്റില്ല. കാലൊക്കെ കുറഞ്ഞ് സ്റ്റോമക്കും കുറഞ്ഞെടുക്കുന്നതാണ് ഈ മൂന്നാമത്തെ സെക്ഷൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അത് പഠിച്ചിട്ട് ഇനി നമ്മൾ അടുത്ത് ചെയ്യേണ്ടത് ഈ കൈ ഇങ്ങനെ ജസ്റ്റ് പിടിച്ചിട്ട് 1 കാലിനെ ഒന്ന് ആദ്യം ഇങ്ങനെ ഒന്ന് മേലോട്ട് വെക്കാൻ പഠിക്കുക. 1 2 അതിനൊപ്പം കൈ കൂടെ ഒന്ന് ഓടിച്ചു വിടുക. അത് അപ്പുറത്തെ സൈഡ് വീണ്ടും പഠിക്കണം. 1 ഇങ്ങനെ 2 പ്രാവശ്യം കാലത്ത് വിട്ടു. ആ കൂടെ കൈയും ഇങ്ങനെ ഒന്ന് ഓടിക്കാൻ പഠിക്കുക. ഓടിക്കാൻ പഠിച്ചിട്ട് പിന്നെ ഒന്നിച്ച് ചെയ്യണം. 1 2 3 4 5 6 ഇത് പഠിച്ചു. വീണ്ടും 1 2 3 4 അത് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് റെസ്റ്റ് എടുക്കണമെങ്കിൽ റെസ്റ്റ് എടുക്കാം. പിന്നെ ഇതെല്ലാം പല പല കൗണ്ടുകളായിട്ട് ചെയ്യണം. അടുത്തതെന്ന് പറയുമ്പോൾ മസ്റ്റായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതിനകത്ത് നിങ്ങൾ ഇങ്ങനെ കൈ ഇങ്ങനെ പുറകിൽ ജസ്റ്റ് ഒന്ന് പിടിച്ചിട്ട് കാലിങ്ങനെ നോക്കി ശീലിക്കുക. 1 2 3 4 5 കാല് ശരി ചവിട്ടി കളഞ്ഞതിന് ശേഷം 1 2 3 4 5 6 അങ്ങനെയുള്ള ചെയ്യാം. നമുക്ക് ഫിത്തിയിൽ പിടിച്ചിട്ടുള്ള 2-3 സെക്ഷനുകളുണ്ട്. അപ്പം നമ്മൾ നേരെ ഇങ്ങനെ ഫിത്തിയെ പിടിക്കുക. നമ്മുടെ ചെസ്റ്റിന്റെ ഭാഗമായിട്ട് കൈ പിടിക്കുന്നു. നേരെ ഇങ്ങനെ കാല് പൊക്കി കൊടുക്കുക. 1 2 3 4 5 6 7 8 9 10 അത് ചെയ്തതിന് ശേഷം കാല് ക്രോസ് ചെയ്യണം. ഇങ്ങനെ 1 2 3 4 5 6 7 8 9 10 പിന്നെ സൈഡ് 1 2 3 4 5 6 7 8 9 10 ഇത്ര എന്ന് പറയുമ്പോൾ ഒരു സെക്ഷനാണ്. ഇതിൻ്റെ 2-3 സെക്ഷനുകൾ ചെയ്യാം. അതിന് റിലാക്സ് ആയിട്ട് നമ്മൾ കൈ ഇങ്ങനെ ഫിറ്റിയിൽ പിടിക്കുക. ഇതൊന്ന് ജോയിൻ ചെയ്യുക. 1 2 3 4 5 6 7 8 9 10 പിന്നെ കൈ ഒന്ന് നന്നായിട്ട് വലിച്ചു പിടിച്ചിട്ട് കാലില്ലേ 1 2 3 4 5 6 മുന്നോട്ട് 1 2 3 4 5 6 ഇത്ര ചെയ്തത് ഒരു സെക്ഷനാണ്. ഇത് നിങ്ങളൊന്ന് പഠിച്ചിട്ട് 2-3 സെക്ഷൻ ചെയ്യാം. അപ്പോൾ ഇത്രയും കാര്യത്തിൽ ഇഷ്ടമുള്ളതൊക്കെ മാറി മറിച്ച് ചെയ്യുക. ഇത് നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആയ സെക്ഷനുകളാണ്. ബട്ടർഫ്ലൈ പോസ്റ്റ് പഠിക്കുക. ഇതിപ്പോൾ പാടാണെങ്കിൽ വേറെ പോസ്റ്റ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അത് ഫസ്റ്റ് നമുക്ക് ഈ കാലൊന്നും ആർക്കൊന്നും മൈൻഡ് കറക്റ്റ് ആകാതെ വരും. അപ്പോൾ നമ്മൾ ഫിത്തിയിലോട്ട് ചാടിയിരിക്കുക. കാലിന് ജസ്റ്റ് പിടിച്ച് കാലിങ്ങനെ ഒന്ന് അയച്ചു കൊടുക്കാനായിട്ട് ആദ്യം ശ്രമിക്കുക. അത് കഴിഞ്ഞിട്ട്
കാലിങ്ങനെ പിടിച്ചിട്ട് 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 എണ്ണി ആദ്യം ഒരു 30 മതി. ആ ഒരു സെറ്റ് നിർത്തി കാല് നിർത്തി കൊടുക്കുക. പിന്നീട് നമുക്കത് 50 60 വരെ എണ്ണിയിട്ട് ഒന്ന് റിലാക്സ് ചെയ്താൽ മതിയാവും. ഇത് നിങ്ങൾ ഒരു 2 സെറ്റ് ചെയ്യണം. സമാധാനമായിട്ട് കിടക്കുക. കിടന്നിട്ട് നമുക്ക് ബ്രിഡ്ജ് പോസ്റ്റ് ആണ് ചെയ്യേണ്ടത്. നടുക്ക് ശരിക്കും ഇങ്ങനെ പൊക്കി ഒന്ന് സ്ട്രെച്ച് ചെയ്ത് പിടിക്കുക. താഴെ 1 ഡൗൺ 2 ഡൗൺ 3 ഡൗൺ. ഇത് ആദ്യം ഒരു 8 10 ചെയ്തതിന് ശേഷം ഒന്ന് റെസ്റ്റ് കൊടുക്കുക. 3 കൗണ്ട് ചെയ്യണം. വീണ്ടും പൊക്കുക. 1 ഡൗൺ 2 ഡൗൺ 3 ഡൗൺ 4 ഡൗൺ. ഇത് ചെയ്തതിന് ശേഷം ഇപ്പം ഞാൻ 2 സെറ്റ് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. അതിന് ശേഷം നമ്മൾ ഈ കാലിങ്ങനെ ജസ്റ്റ് തൊട്ട് കൊടുക്കുക. 1 2 3 4 5 6. കാല് നീട്ടി നമ്മളൊന്ന് റിലാക്സ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് കാലൊന്ന് ഹോൾഡ് ചെയ്ത് പിടിക്കും. അപ്പോൾ ആദ്യം നിങ്ങൾ പിടിക്കുമ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പിടിച്ചാൽ മതി. ഒരു കാലം നിവർന്ന് തന്നെ ഇരിക്കണം. പിന്നീട് നമ്മൾ ചെയ്ത് നമുക്ക് ഇവിടെ മുട്ടാൻ പറ്റും. നമ്മുടെ സ്റ്റൊമക്ക് കുറയണം. കാല് നീട്ടി വെക്കുക. വീണ്ടും അടുത്ത കാലിനെ ഇങ്ങനെ ഒന്ന് പിടിച്ചു കൊടുക്കുക. വിടുക. വീണ്ടും 2 കാലത്ത് ഒന്നിച്ച് കെട്ടിപ്പിടിച്ച് ഇങ്ങനെ ഒന്ന് വെക്കുക. പതുക്കെ വിട്ടു കൊടുക്കുക. എന്നിട്ടൊന്ന് ബ്രീത്ത് ചെയ്യുക. ഒന്ന് ബ്രീത്ത് ചെയ്തതിന് ശേഷം വീണ്ടും ഇത് ഒരു സെറ്റൂടെ തക്കാലം ചെയ്ത് നിർത്തുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഏറ്റിട്ട് കാലൊന്ന് സ്ട്രെച്ച് ചെയ്യാനായിട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് ആദ്യം ഇങ്ങനെ ഒന്നും എത്തില്ല. ഇവിടെ ജസ്റ്റ് പിടിക്കുക. ഇതായാലും ഒന്ന് ടൈറ്റ് ചെയ്യുക. ചിലപ്പോൾ നമ്മുടെ കാലൊക്കെ ഇങ്ങനെ ആയിരിക്കും ഇരിക്കുന്നത്. നിങ്ങളത് മൈൻഡ് ചെയ്യുന്ന പറ്റുന്ന രീതിയിലൊന്ന് സ്ട്രെച്ച് ചെയ്തു. ഈ കാലിനെ നമ്മൾ മടക്കുക. നേരെ ഈ കാലും കൂടെ തിരിച്ചു വെച്ചു. ഒന്ന് സ്ട്രെച്ച് ചെയ്യുക. ഇത് പിടിച്ചു. ഇവിടെ ബോഡിയിൽ നിന്ന് അയച്ചു കൊടുക്കുക. കാലിൽ നിന്ന് പൊക്കി കൊടുക്കുക. അപ്പോൾ അതിൻ്റെ കൗണ്ട് നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ഒരു ടെൻഷൻ ഇല്ലാത്ത രീതിയിൽ ചെയ്ത് പഠിക്കുക. ഇതൊക്കെ നിങ്ങൾ പതുക്കെ പഠിച്ചെടുത്താൽ മതി. അപ്പോൾ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നു ചെയ്യുന്നതനുസരിച്ച് നമ്മുടെ ബോഡിക്ക് കൂടുതൽ ചെയ്യാനുള്ള ഒരു സ്ട്രെങ്ത് കിട്ടും. അതനുസരിച്ച് മാറ്റി ചെയ്താൽ മതിയാവും. ഇതിനും ഇതുണ്ട്, ഞാൻ തന്നെ നന്നായിട്ട് പ്രയത്നിച്ചിട്ടുണ്ട്. നിങ്ങൾ ഇത്രയും ചെയ്ത് പല കൗണ്ട് ചെയ്യുമ്പോൾ നമുക്ക് വളരെ എഫക്റ്റീവാണ്. ഇനി നിങ്ങളൊന്ന് അതിൻ്റെ കൂൾ ഡൗൺ ചെയ്യണം. ആദ്യം നമ്മുടെ തലയിൽ നിന്ന് സ്ട്രെച്ച് ചെയ്ത് പിടിക്കുക. കൂൾ ഡൗണിൻ്റെ ലിങ്ക് ഞാൻ ഇതിലിട്ടേക്കാം. നേരെ വീണ്ടും തല പിടിച്ചു. സൈഡ് ചെയ്യുക. പിന്നെ നമ്മളുടെ കൈ ഒന്ന് അയച്ചു കൊടുക്കുക. ഇവിടെ ഒന്ന് അയച്ചു കൊടുത്തു. ഇനി നമ്മുടെ കൈ ഇങ്ങനെ പുറകിൽ നിന്ന് വലിച്ചു കൊടുക്കുക. ഇപ്പുറത്തെ സൈഡ് വലിക്കുക. കൈ ഒന്ന് കൂപ്പി പിടിക്കുക. തിരിച്ച് കൈ കൂപ്പുക. പിന്നെ നിങ്ങൾക്ക് കൈയൊക്കെ കൂപ്പാൻ ചെയ്യാൻ അറിയെങ്കിൽ മതി. അല്ലെ ചുമ്മാ ജസ്റ്റ് കൈ ഇങ്ങനെ ഒന്ന് പിടിച്ച് ഒന്ന് വലിക്കോ. ഇങ്ങനെ എന്തെങ്കിലും ചെയ്യുകയൊക്കെ ചെയ്താൽ മതി. ഇത്ര ഒന്നും വന്ന് എനിക്ക് അതോട് ടെൻഷൻ വേണ്ട. പതുക്കെ നമുക്ക് പറ്റും. പിന്നീട് നമുക്ക് ബോഡി ഇങ്ങനെ അയച്ചു കൊടുക്കാമെന്ന് നോക്കുക. മുട്ട് മടങ്ങാതെ നമ്മളിങ്ങനെ അയച്ചു കൊടുക്കുക. ഇപ്പുറത്തെ സൈഡ് മുട്ട് മടങ്ങാതെ അയച്ചു കൊടുക്കുക. നിങ്ങൾക്ക് ഇത്ര എത്തിയെങ്കിൽ ഇത്ര മതിയത്. എന്നിട്ട് നമ്മുടെ കാലൊന്ന് ജസ്റ്റ് പൊക്കി പിടിക്കുക. വീണ്ടും കാലൊന്ന് പൊക്കി പിടിക്കുക. ഇപ്പുറത്തെ കാലിൽ നിന്ന് സ്ട്രെച്ച് ചെയ്യുക. വീണ്ടും കാലൊന്ന് സ്ട്രെച്ച് ചെയ്യുക. പഠിക്കുക. കറക്റ്റ് ചെയ്യുക. താങ്ക് യു.